സിംസാറുൽ ഹക്ക് ഹുദവിയുടെ ഒരു 5 മിനിറ്റോ അങ്ങോട്ടുള്ളൊരു ക്ലിപ്പ് ഇങ്ങനെ വല്ലാതെ പലരും ഷെയർ ചെയ്യപ്പെട്ടത് കണ്ട്, പല ക്യാപ്ഷനിൽ. ഞാനും അത് കണ്ട്. കണ്ടപ്പോ ഞാൻ 2 പ്രാവശ്യം കേട്ടു നോക്കി, എന്താ പറയണമെന്ന് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഈ അസ്മാ ചികിത്സക്കാരും അതേപോലെ തന്നെ ഈ വയറന്മാരും മൂല്യന്മാരും, ഈ 2 കൂട്ടർക്കും നിലപാടുണ്ടാവില്ല. ഓല് ഏത് കാര്യത്തിലും ഒരു കാലപ്പുറത്തും ഒരു കാലപ്പുറത്തും വെച്ച് വർത്താനം പറയുള്ളൂ. ഇത് ആരെ കുറിച്ചാ പറയണെന്ന് കേൾക്കുന്നവർക്ക് അത്ര കൃത്യത ഉണ്ടാവില്ല. എല്ലാരും വിചാരിക്കും ഇത് മറ്റവനെ പറ്റിയാണ്, ഇത് മറ്റവനെ പറ്റിയാണ്, ഇവനെ പറ്റിയാണ്, ഓനെ പറ്റിയാണ്. ഈ പറഞ്ഞ മൂലരോട് നേരിട്ട് ചോദിച്ചാലോ, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു, ഇങ്ങനെയല്ലേ പറഞ്ഞു. ഈ ചോദിക്കുന്ന ആളുടെ തരവും കോലവും നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അവനെ മറുപടി പറയാം. ഇത് 2 നിലക്കും മറുപടി പറയാൻ പറ്റിയ കോലത്തിലേ ഒരു കാര്യം പറയുള്ളൂ. ഈ അസ്മാർക്കും വെള്ളമാർക്കുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ കണ്ടുകൊടുത്തോളം. അതിൽ പെട്ടൊന്നാണ് ഇപ്പൊ ഇത്. കാരണം ഇവർക്ക് വയറിൽ നടന്നു പോകണം. അപ്പൊ നമ്മളിപ്പോ പോണ നാട്ടിൽ നിന്ന് ആരാണ് ഇപ്പൊ ഈ പറയണത്, ആരെയാണ് ഈ പറയണെന്ന് 2 കൂട്ടർക്കും ഓലെയാണ് ഇവരെയാണെന്ന് തോന്നണം. അപ്പോഴേ ഈ ഏർപ്പാട് നടക്കുള്ളൂ. അസ്മാകാരാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് കേട്ടപ്പോ തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കലും സ്നേഹിക്കലും ഇതിപ്പോ ആരോടെ ഇപ്പൊ വേദറാണ്? സുന്നികളോടോ? സുന്നികളോട് ഇപ്പൊ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം? കർബലയില് അഹ്ലു ബൈത്ത് തീർന്നു പോയിന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്തില്ലാന്നും പറയണ വഹാബികള്, മൗദൂദികള്, തബ്ലീഗുകാര്, ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെയാണ് ഇപ്പൊ ഈ വയലുന്നുണ്ടെങ്കിൽ അതൊരു കാര്യത്തിൽപ്പെടും. ഇതിപ്പോ ഇവിടെ അഹ്ലു ബൈത്ത് ഉണ്ട് എന്നും അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിന്റെ ചോരയാണെന്നും അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കേണ്ട രൂപകോലങ്ങളും വായിന്റെ രീതികളും എല്ലാം കൃത്യമായി സുന്നികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുമ്പേ പഠിപ്പിച്ചതല്ലേ. ഒരു പുതിയ ക്ലാസിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ഈ പ്രസംഗം ഞാൻ കേട്ടപ്പോ എനിക്കിപ്പോ അതിൽ അഹ്ലു ബൈത്തിനെ ചെറുതാക്കുന്നതായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് അതില് പാണക്കാട് സാദാത്യങ്ങളെ മൂപ്പര് ചെറുതാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാർ അത് ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കിട്ടിയ പാട് ഷെയർ ചെയ്ത് വിടുകയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോ നമ്മളൊക്കെ മോശക്കാരെ കൊണ്ട് അവിടെയും മോശക്കാരായിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പൊ ഇവര് പറയണത്. അതൊരിക്കലും പറയാൻ പാടില്ലല്ലോ. നമ്മളങ്ങനെയും പറയണില്ല. ഇപ്പൊ എനിക്ക് കേട്ടപ്പോ ഞാൻ അതിൽ കണ്ടത് അങ്ങനെ, നമ്മളൊക്കെ ഇപ്പൊ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ച ആൾക്കാര്, അന്ന് അവർക്ക് പറ്റിയ നേതാക്കൾ ഉണ്ടായിരുന്നു, ഒരു വലിയ മഹാന്മാരായിരുന്നു. പിന്നെ നമ്മളെ മുൻഗാമികള് അവര് വലിയ മഹാന്മാരായപ്പോ, ജീവിച്ച ആൾക്കാർ ഉഷാറായപ്പോ ഓരോ നേതാക്കന്മാർ വലിയ മഹാന്മാരായി. ഇപ്പൊ നമ്മള് മോശക്കാരാണ്. അപ്പോ പിന്നെ പാണക്കാട് സാദാത്യങ്ങളും മോശക്കാരാണ് എന്നാണല്ലോ അപ്പൊ അതില് പറഞ്ഞു വരുന്നത്. അത് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ലല്ലോ. നഊദു ബില്ലാഹ്. നമുക്കാർക്കും അങ്ങനത്തെ ഒരു നിലപാടൊന്നുമില്ല. അവരൊക്കെ വലിയ മഹാന്മാരാണ് അന്നും ഇന്നും എന്നും. അഹ്ലു ബൈത്ത് എന്നത് തന്നെയാണ് അവരുടെ എല്ലാം ഇതിന്റെ മഹത്വം. അതിലപ്പുറമൊന്നുമില്ല. പിന്നെ നിലപാടുകൾ ഉണ്ടാവും. നിലപാടുകളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ചർച്ചകളും അതേപോലെ സംസാരങ്ങളും ഉണ്ടാവും. അതൊക്കെ ആ ആദരവും ബഹുമാനവും വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ചർച്ചകൾ നടക്കും. അത് സ്വാഭാവികമാണ്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിന് ചർച്ചയായിട്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷെ അതിന് മറുപടി പറയുന്ന കോലത്തിൽ ഇവിടെ മൂപ്പര് പേര് ഫിത്തന നടന്നുകൊണ്ടിരിക്കണം. ഈ ഫിത്തന അടക്കാന്ന് പറഞ്ഞാൽ വലിയ ഫിത്തന ഉണ്ടാക്കിയത് ഇപ്പോൾ മൂപ്പരെയൊക്കെ കൂടുള്ള ആൾക്കാരൊക്കെ തന്നെയല്ലായിരുന്നു. ബഹുമാനായ ശൈഖുനാ ശംസുൽ ഉലമയെ വരെ ഇവിടെ വലിയ ഫിത്തന ഉണ്ടാക്കിയിരുന്ന ആളാണ് ശംസുൽ ഉലമ എന്ന് പരസ്യമായിട്ടൊരു ചങ്ങായി എഴുതിയില്ലേ. ഇവരെയൊക്കെ കൂടെ പഠിച്ച ആൾ തന്നെയല്ല എഴുതിയേ. അന്ന് ഈ പിന്നെ ഇയാള് അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കേട്ടാർക്ക് അതിനോട് അയച്ചിലാണ് തിരക്കിടില്ല. പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി കുടുംബത്തില് വലിയ മഹാനായ സയ്യിദും ആലിമും ഒക്കെ ആയ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ഇയാളെ കൂടെ പഠിച്ചവരും ഇയാളെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ എന്തൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ. അപ്പൊ ഇയാൾക്ക് അവർക്കൊക്കെയാണ് ഇയാൾ ശരിക്കും ക്ലാസ് കൊടുക്കേണ്ടത്. ഇയാളെ ക്ലാസ് പിന്നെ പൊതുജനങ്ങളോടല്ല കൊടുക്കേണ്ടത്. പൊതുജനങ്ങളൊക്കെ സാധാരണക്കാർ, സമസ്തക്കാർ, സുന്നികൾ മുഴുവനും അഹ്ലു ബൈത്തിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരോ ആദരിക്കുന്നവരോ ആയിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവരൊക്കെ കൂടെ പഠിച്ച് അല്ലെങ്കിൽ ഇവരൊക്കെ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ഇവിടെ കേരളത്തിൽ അഹ്ലു ബൈത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ എഴുതി വിട്ടത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും പിന്നെ മറ്റേ ഫേസ്ബുക്കിലും വാട്സപ്പിലും അത് ഓരിങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും അവിടെ പോയിട്ട് ആ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത്. അതേ കുറിച്ച് പറയാനുള്ളൂ.